ഹലോ ഗൈസ്, T4Devന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു സ്ഥലം വരെ പോയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. നാട്ടിലേക്ക് ലീവിന് വന്നിട്ട് എവിടേക്കും പോയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഡെയിലി മഴയാണ്. അങ്ങനെ ഞാനും വിഷ്ണു കൂടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് വെച്ച് പിടിച്ചു. ഈ പാലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് വരെ ഒന്ന് പോയിട്ട് വരാട്ടാ. അങ്ങനെ ഞങ്ങൾ കുതിരാനെത്തിയിട്ടാ ടണൽ കയറാൻ പോണു. പണ്ടൊക്കെ ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് ആവാറുണ്ട്. ഇപ്പോൾ വെച്ച് പെട്ടക്കാട്ടാ, നല്ല അടിപൊളി റോഡാ. ഇതിൻ്റെ ഉള്ളിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. ഒരുമാതിരി സൗണ്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ. ഇന്നത്തെ ദിവസം ഇവിടെ മഴയെ പെയ്തിട്ടില്ല കേട്ടാ. ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്ന വെച്ചിട്ടേ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങിയേ. ഇപ്പോഴത്തെ ചൂടെടുത്തിട്ട് പോയി. ഇവിടെ ഒന്നില്ലെങ്കിൽ മഴ അല്ലെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ ഈ ടണലിനുള്ളിലൂടെ കയറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ട്. ഹോംപോ കീട്ടിലും വ്യൂ ആട്ടോ. അതെന്തായാലും ഈ വഴി നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ട് കേട്ടോ. വഴി ഇവിടെ നേരെ പോയി കഴിഞ്ഞൊരു സ്പോട്ടുണ്ട് കേട്ടോ. ആ സ്പോട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് കുതിരാമല ശാസ്താവിൻ്റെ അമ്പലം കേട്ടോ. ആദ്യമൊക്കെ പാലക്കാടേക്ക് ഈ വഴിക്കാട്ട പോകാറുള്ളത്. ഇവിടെ എത്തുമ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ പൈസ അമ്പലത്തേക്ക് എറിഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു മുരുകനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് അധികം ആൾക്കാർ വരാത്ത കാരണം കൊണ്ടാകുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ വണ്ടി എടുത്തത് വയറിലായ ബിസ്മി ടീ സ്റ്റാളിലാണ് കേട്ടോ. ഇവിടുത്തെ കായ ബജി, മുട്ട ബജി, മുളക് ബജി, പത്തിരി, ഉഴുന്നോട, പരിപ്പോടെ, പഴംപൊരി നല്ല അടിപൊളി കടികളാട്ടാ. ഇവിടുത്തെ ചായയൊക്കെ നോർമൽ ചായ കേട്ടോ. പക്ഷെ ഇവിടുത്തെ പരിപ്പോടിയും ഉഴുന്നും കൂടി ചമ്മന്തി ഇഡലിനായിരുന്നു. ശേഷം വരുന്നത് കൊല്ലംകോട് റൂട്ട് അതിനമ്പാടും ബിസ്മി ടീ സ്റ്റാൾ. ഞങ്ങൾ വഴിയിൽ കണ്ട പാടത്തൊക്കെ നിർത്തിയിട്ടാട്ടോ വന്നാൽ. ഇവിടുത്തെ പാടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ വഴിയിലൊക്കെ റോഡിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഈ വഴിയിൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാട്ടോ. നമ്മൾ പ്രവാസ ലോകത്ത് ഇറങ്ങുന്ന സമയത്തെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ചേട്ടൻ്റെ മസനോട് ഒരു ഊട്ടിയും കിണ്ടക്കോരും പാലക്കാടൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാമെന്നൊരാഗ്രഹം വന്നു. ഇപ്പം നമ്മൾ പോകുന്നത് പാലക്കാട് സ്വന്തം കൊല്ലംകോട് പെരിങ്ങോട്ടുചേരി കള്ളം. അത് കാണാനായിട്ട് നമ്മൾ ആദ്യം പോണത്. ഇതാണ് കൊല്ലംകോടിൻ്റെ പെരിങ്ങോട്ടുചേരി കളം. ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ ഏതോ ഒരു സ്വർഗത്തിലേക്ക് വന്നൊരു പ്രതീതിയായിരുന്നു എനിക്ക്. ഇതൊക്കെ കാണാനായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകിയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണം. അത്രയ്ക്ക് ഭംഗിയുള്ള വെടിച്ചില്ല സ്ഥലമാട്ടത്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാട്ടാ മനസ്സിലാക്കണം. മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടമൊക്കെ ഇവിടെ നോക്കി എന്നെ കാണാൻ പറ്റൂട്ടാ. നല്ല കാറ്റാട്ടോ അവിടെ. ഈ കാറ്റത്ത് വയലൊക്കെ ഇടുന്ന് ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ നല്ല വെയിലും ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഈ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് അടിക്കാത്ത പോലെ ഫീൽ ചെയ്യണം. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാട്ടത്. ഈ വയൽ കഴിയുന്നിടത്ത് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങൾ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് മാവിൻ്റെ തോട്ടാട്ടാ. മാവ് ഇവിടെ മാത്രമല്ല കേട്ടാ, വരുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടിരുന്നു. മാവ് മാത്രമല്ല കേട്ടോ, അവിടെ പപ്പായയുടെ കൃഷിയുണ്ട്. ഞങ്ങൾ തൃശ്ശൂർക്കാർ കൊപ്പക്കായെന്നാണ് പറയുക. അവിടുത്തെ കുളം പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ. വിഷ്ണുവാണെങ്കിൽ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവോ? ഈ ഭാഗത്തെ ശബ്ദം കേൾക്കാൻ നല്ല രസമാട്ടാ. വെള്ളം ഒടുക്കുന്ന സൗണ്ടും പക്ഷികളുടെ സൗണ്ടും. പക്ഷികൾ കൂടുതലും മയിലിൻ്റെ സൗണ്ടായിട്ടാണ് കേൾക്കുന്നത്. പുറത്തൊക്കെ തിരക്ക് പിടിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ഫുള്ള് റിലാക്സ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടേക്ക് വന്ന വഴി തൊട്ട് ഇവിടം വരെ ഒരൊറ്റ വേസ്റ്റ് പോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും നന്നായിട്ട് കയറിയേണ്ടി വരും എന്തായാലും. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ വേസ്റ്റൊന്നും ഇവിടെ ഇട്ടിട്ട് പോകണില്ല. അതന്നെ വലിയൊരു കാര്യമാണ്. ബംഗാൾ സ്ഥലം കാണുമ്പോഴേ നമുക്ക് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാനേ നമുക്ക് തോന്നില്ല. പിന്നെ ഈ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു വഴിയുണ്ടല്ലോ, അത് വലിയ വീതിയുള്ള വഴിയൊന്നുമല്ല, ചെറിയൊരു വഴിയാണ്. 2 വീലർ അല്ലെങ്കിൽ 4 വീലർ ടൂറിസ്റ്റ് ബസ് ഒന്നും കൊണ്ടുവരായിരിക്കും അങ്ങോട്ട്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്കിവിടെ വീഡിയോ എടുത്ത് നിൽക്കാനല്ല തോന്നുന്നു. ഉള്ളിലേക്ക് അങ്ങനെ നടന്നിങ്ങനെ പോകാനാണ് തോന്നുന്നു. ഞാൻ കുറേ ഇങ്ങനെ നടന്നു പോയിട്ടാ. സത്യത്തിൽ പാലക്കാട് ഒരു സംഭവം ഇപ്പം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, കുറേ അങ്ങനെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു പറയണത് ഇവിടെ മലയുടെ മുകളിലൊരു അമ്പലം ഉണ്ടെന്ന്. അപ്പം അങ്ങോട്ട് വിട്ടു. ഇതാണ് പല്ലാവൂർ വാമല മുരുകൻ്റെ അമ്പലം. പല്ലാവൂരുള്ള കരുവോട്ടുകുന്നിലാട്ടാ ഈ അമ്പലം ഇരിക്കുന്നത്. ഈ കുന്നിൻ്റെ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ട്രക്ക് ചെയ്തിട്ട് വേണം മുകളിൽ ഈ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ അമ്പലത്തിൻ്റെ 4 ഭാഗത്തു നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാട്ടാ കാണാനായിട്ട്. ഈ അറ്റത്തൊക്കെ കാണുന്നത് നെല്ലിയാമ്പതി മലനിരകളാട്ടാ. പിന്നെ മഴക്കാലമായ കാരണം കൊണ്ട് പാറയിൽ നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ആൾക്കാർ നോക്കിയിട്ട് വന്നോളാം. ഈ അമ്പലത്തിൻ്റെ ഈ ഭാഗം കണ്ടപ്പോഴാണ് മനസ്സിലായേ ഇത് കുഞ്ഞിരാമായണ സിനിമയുള്ള അമ്പലമാണ്. ഒരുപാട് ആൾക്കാരും ഈ അമ്പലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാലക്കാട് ഇതുപോലത്തെ നല്ല നല്ല വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് വിഷ്ണുവിനോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ സമയക്കുറവുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് പാലക്കാട് സ്പെഷ്യൽ സോഡ കുടിച്ചിട്ട് പോകാം. ഇതാണ് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാല സോഡ പാലക്കാട്. പൈരിക്ക് പൈരി സോഡ, പൈരി മസാല ഇവിടെ തന്നെ അടിക്കുന്ന സോഡ. പൈരി ഉണ്ടാവുള്ളൂ. എന്നെ തേടി വന്നപ്പോൾ വീണ്ടും വെള്ളം കമ്മിയാക്കിയിട്ട് പൈരി സോഡ, പൈരി മസാല കൊടുക്കുന്നുണ്ട്. പൈരിക്ക് നാവ് നൊട്ട വിട്ട് അടിക്കുക. എന്ത് ഗ്യാസ് ട്രബിളോ വയറുവേദന ഉണ്ടെങ്കിൽ മാറാനുള്ളതാണ് മദർലാൻഡ് മസാല സോഡ പാലക്കാട്. പൈരിക്ക് മെയിൻ ഇഞ്ചിൻ അത്. മൂപ്പർ നമ്മൾ എന്നെ തേടി വന്നിരിക്കണം. തിരിച്ചു അടിച്ചക്ക നാവ് നൊട്ട വിട്ട് അടിക്കണം. അതെ ഇതിൽ മെയിനായിട്ടുള്ളത് ഇഞ്ചി തന്നെ, വേറെ ഒന്നുമില്ല. ഇഞ്ചിയും കരുവേപ്പില, മല്ലി, ചെറുനാരങ്ങ, ഉപ്പ്, മോര്, കുരുമുളക്. കച്ചവടക്കാർക്ക് ഇന്നവരായിട്ട് പുറത്ത് വിട്ടിട്ടില്ല. അത് വീട്ടാവശ്യത്തിന് കൊടുത്തു വിടല്ലാണ്ട് കച്ചവടക്കാർക്ക് ആരും കൊടുക്കില്ല. 25 മൂപ്പർ സാമ്പിൾ നോക്കണ്ടേ.
ഇത് മാത്രം ഡ്രൈ ആയിട്ട് അടിച്ച് നോക്കി വെള്ളം ചേർത്താണ്ട്. ആ തമ്മുപ്പി കുടിക്കണം സാർ. പൊളിച്ചു നമ്മുടെ തിരുവനന്തപുരത്ത് കൊടുക്കണം സാധനം. അടി സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. സംഭവം ഉഷാറ് സാധനമായിരുന്നു കേട്ടാ. എന്തായാലും പാലക്കാട് പറയേണ്ടി പോയി. എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ വക നല്ല അട്ടുസൂപ്പ് കിട്ടിയിട്ടാ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.